ശ്രീ ജോസഫ് ആന്റണി, ഈ പറഞ്ഞ പ്രൊപ്പഗണ്ട വാർ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ പ്രൊപ്പഗണ്ട വാറിൽ പാകിസ്ഥാൻ എന്തോ PL-15 ചൈന കൊടുത്ത PL-15 JF-17 സ്ഥാപിച്ചു വെച്ച് കാണിക്കുന്നു. അവിടെ എന്താണ് സെൽഫ് പ്രൊപ്പലിംഗ് റൈഫിളുകൾ സ്ഥാപിച്ച് കാണിക്കുന്നു, അതിന്റെ വിഷ്വൽ കാണിക്കുന്നു, എന്തൊക്കെയോ മേപ്പോട്ട് പറത്തുന്നു, എന്തൊക്കെയോ താഴെ കൂടെ പറത്തുന്നു, എന്തൊക്കെയോ അവരുടെ ചെറുതാണെങ്കിൽ കൂടി അവരുടെ കടൽ മേഖലകളിൽ എന്തൊക്കെയോ കാണിക്കുന്നു, അത് വലിയ BGM ഇട്ട് പ്രചരിപ്പിക്കുന്നു, അടിച്ചാൽ തിരിച്ചടിക്കും, ഇന്ത്യയുടെ തോൽവി മസ്റ്റാണ് എന്നൊക്കെയുള്ള പ്രൊപ്പഗണ്ട വാർ പറയുന്നു. ഞങ്ങൾ എന്താണ് ഇതുവഴി സിന്ധിൽ കൂടി ഇന്ത്യക്കാരുടെ ചോരയൊഴുക്കും എന്നൊക്കെ പറയുന്നു. സാറേ, അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പേടിക്കാതിരുന്നൂടെ? ഇന്നലെ രാത്രി പാതിരാത്രിക്കാണ് അത്താവുള്ള തരാർ എന്ന് പറയുന്ന അവർ വിദേശകാര്യ മന്ത്രി വന്നിരുന്ന് കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ വരുന്ന 26 മിനിറ്റിൽ 36 മിനിറ്റുകൾ അടിക്കാൻ വരുന്നു. അതിന് തൊട്ട് കഴിയുമ്പോൾ ഖ്വാജ ആസിഫ് പറയുന്നു 2 മുതൽ 3 നാൾ. അവർക്ക് ഇന്ത്യയുടെ ആക്രമണം ചെറുക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഭയം എന്തിനാണ് പാകിസ്ഥാന്? തീർച്ചയായിട്ടും ആ രാജ്യം ഭയപ്പെടേണ്ട ഒരു പ്രവർത്തനം തന്നെയാണ് അവർ തന്നെ വരുത്തി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, എപ്പോഴൊക്കെ പാകിസ്ഥാനിൽ ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ, ആഭ്യന്തരമായ സംഘർഷങ്ങൾ, ആഭ്യന്തരമായ പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അപ്പോഴൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് അവിടെ ഭരണത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന പട്ടാളം ആണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും സുഗമമായി നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനും പട്ടാളത്തിൻ്റെ പിന്നിലേക്ക് ജനങ്ങളെ അണിനിരത്താനും വേണ്ടി നടത്തിയ അസിം മുനീർ നടത്തിയ ഒരു അഭ്യാസമാണ്. അതിനെ നമ്മൾക്ക് കുറച്ചുകൂടെ പറഞ്ഞാൽ ആത്മഹത്യാപരമായ നടപടിയാണ് നടന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പാകിസ്ഥാനിലെ പട്ടാളത്തെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം, എല്ലാ രാജ്യത്തെയും സൈനികർ അല്ലെങ്കിൽ പട്ടാള വിഭാഗം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയുടെ നട്ടെല്ലാണ്. എന്നാൽ പാകിസ്ഥാനിലെ മിലിറ്ററിയെ സാധാരണഗതിയിൽ ആളുകൾ വിശേഷിപ്പിക്കുന്നത് യൂണിഫോംഡ് പാരസൈറ്റ്സ് എന്നാണ്. അതായത് യൂണിഫോം ഇട്ട ഇത്തിക്കണ്ണികൾ, യൂണിഫോം ഇട്ട മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങൾ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗമാണത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരല്ല. ആ രാജ്യത്തെ എങ്ങനെ കൊള്ളയടിക്കാം, ആ രാജ്യത്തിൻ്റെ രക്തം എങ്ങനെ ഊറ്റിക്കുടിക്കാം എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗമായിട്ട് ആ പട്ടാളം മാറി. ആ പട്ടാളത്തിൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ്. നമുക്കറിയാം, അവിടെ പാകിസ്ഥാനിൽ ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ. ആ സ്ഥാപനം ഫൗജി ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും നടത്തുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അവിടുത്തെ സേനയും മുൻപ് വിരമിച്ച സേനാംഗങ്ങളുമാണ്. അതിൻ്റെ ഫൗജി ഫൗണ്ടേഷൻ്റെ പ്രാധാന്യം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം. ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 50% കൈകാര്യം ചെയ്യുന്നത് ഈ ഫൗജി ഫൗണ്ടേഷനാണ്. ജനങ്ങളുടെ എല്ലാ മേഖലകളിലും, അത് ബേക്കറി ആവട്ടെ, പെട്രോൾ പമ്പ് ആവട്ടെ, വ്യവസായങ്ങളാകട്ടെ, ഫുഡ് ആവട്ടെ, ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന മുഴുവൻ രംഗങ്ങളിലും വ്യവസായം നടത്തിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് അവിടുത്തെ ആഭ്യന്തര നയം, അവിടുത്തെ സാമ്പത്തിക നയം, അവിടുത്തെ പ്രതിരോധ നയം, അവിടുത്തെ വിദേശ നയം ഇവയെല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഭരണകൂടം, വളരെ ദുർബലമായ ഒരു രാഷ്ട്രീയ ഭരണകൂടം നിൽക്കുമ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനം നടന്ന ജാഫർ എക്സ്പ്രസിൻ്റെ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, അവിടെ നടക്കുന്ന TTP തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾ, ബലൂചിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ളവയെല്ലാം കൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന, സാമ്പത്തികമായി IMF-ൽ നിന്ന് 24ാമത്തെ തവണയാണ് ലോൺ എടുക്കുന്നത് ആ രാജ്യം. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന സമ്പത്ത് കൊണ്ട് മാത്രം നിൽക്കുന്ന രാജ്യം, ഒരു ഡിപ്പെൻഡൻറ്റ് കൺട്രിയാണത്. അതായത് ഈ സ്വന്തമായിട്ട് വ്യവസായം നടത്തുകയോ കൃഷി നടത്തുകയോ മറ്റുള്ള കാര്യങ്ങളിൽ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയല്ല. ആ രാജ്യം ഉണ്ടായ കാലം മുതൽ അമേരിക്കയുടെ കയ്യിൽ നിന്നും ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നും ഒക്കെ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് മാത്രം നിലനിന്ന ഒരു ഭരണകൂടമാണത്. അങ്ങനെ ആ ഭരണകൂടം, ആ ഒരു നയം, നമ്മൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായിട്ട് ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള വൃത്തികെട്ട പണി ചെയ്ത ആൾക്കാരാണ്. അമേരിക്കയ്ക്ക് വേണ്ടി അവർ 33 ദശാബ്ദമായിട്ടല്ല, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ആ രാജ്യത്തിന് ഈ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് അവരുടെ പണം കൊണ്ട് മാത്രം നിലനിന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് ഇപ്പോൾ അമേരിക്ക പൈസ കൊടുക്കുന്നില്ല, സൗദി അറേബ്യ പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ വ്യവസായങ്ങൾ തകർന്നു. IMF-ൽ നിന്ന് ലോൺ കിട്ടിയാൽ മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നതാണ് ഈ തീവ്രവാദ നടപടികൾ മൂലം. ആ തീവ്രവാദ നടപടിയിൽ നിന്നും ഒരു കഷ്ടിച്ചൊന്ന് രക്ഷപ്പെട്ടപ്പോഴാണ് വീണ്ടും അവർ ഭീകരവാദ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ സൈനികമായി തീർച്ചയായിട്ടും മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ UN-ൽ ഒരു രാജ്യത്തെ തെമ്മാടി രാഷ്ട്രം
എന്ന് വിളിക്കുകയാണ്, റോക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കുകയാണ്, തെമ്മാടി രാഷ്ട്രം, ഗുണ്ടാ രാഷ്ട്രം എന്നൊക്കെ ഒരു രാജ്യം വിളിക്കുമ്പോഴേക്കും അങ്ങനെ പറയല്ലേ എന്ന് ആരെങ്കിലും തിരുത്താൻ ഒരു രാജ്യമെങ്കിലും പിന്തുണ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എത്രത്തോളം വെറുക്കപ്പെട്ടവരാണ് അവർ ലോക സമൂഹത്തിൽ നിന്ന് വ്യക്തവുമാണ്.